ടിഷ്യൂ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം വേണ്ടത് കാർഡ്ബോർഡാണ്. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പഴയ ബുക്കിൻ്റെ ചട്ട എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ലവ് ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് 4ആയിട്ട് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത്. അപ്പം നമുക്ക് 4 ചെറിയ ഷീറ്റ് ടിഷ്യൂ പേപ്പർ കിട്ടും. എന്നിട്ട് അത് വെച്ച് നമ്മൾ ബേസിക്കായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്നൊരു ഫ്ലവർ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കണം. ടിഷ്യൂ പേപ്പർ എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിശറി ഉണ്ടാക്കുന്ന രീതിയിൽ മടക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ നടുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. നൂല് വെച്ചോ കമ്പി വെച്ചോ കെട്ടിക്കൊടുക്കാം. ഇതിനകത്ത് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് മാത്രമേ കുറച്ച് പണിയായിട്ടുള്ളൂ, അല്ലാതെ ബാക്കിയെല്ലാം സിമ്പിളാണ്. കുറച്ച് സമയം മാത്രം മതി നമുക്ക്. ഈ ഫ്ലവർ ഉണ്ടാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. നൂല് വെച്ചൊന്ന് കെട്ടിയിട്ട് ഈ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ലുക്കൊന്ന് മാറിപ്പോകും. എന്നിട്ട് ഓരോ ടിഷ്യൂ ഇങ്ങനെ മേലോട്ട് പൊക്കി കൊടുക്കണം. അപ്പം നമുക്ക് ലാസ്റ്റ് ഒരു നല്ല ഫ്ലവർ കിട്ടും. ഇതുപോലെ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കണം, നമുക്ക് ആ ലവിനകത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനേ കുറച്ച് സമയം പോകത്തുള്ളൂ, അല്ലാതെ എല്ലാം സിമ്പിളാണ്. ബാക്കി ഫ്ലവേഴ്സ് ഉണ്ടാക്കി കുറച്ച് അലങ്കോല പണികളോട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ സെറ്റായി. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതെടുത്ത് നേരെ ആ ലവിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ മൊത്തം ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് കിട്ടും. ഇത് രാത്രി ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. ബാക്കി ഫ്ലവേഴ്സ് കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ അടിപൊളി വാൾ ഡെക്കർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടതിന് എന്തായാലും ചെയ്ത് നോക്കാൻ മറക്കണ്ട.